ഹായ് വെൽക്കം ടു എജുവേൾഡ് ക്ലാസ്സസ്. നമ്മളിന്ന് സൈക്കോളജിയുടെ ടോപ്പിക്കാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ യൂട്യൂബിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ബ്രെയിൻ ആൻഡ് ബിഹേവിയർ എന്ന ടോപ്പിക്ക്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ബ്രെയിനെ കുറിച്ചും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് രണ്ട് പാർട്ടുണ്ട്. അതിൽ ഒന്ന് ബ്രെയിനും ഒന്ന് സ്പൈനൽ കോഡുമാണ്. ബ്രെയിനിനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ എന്ന് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫോർ ബ്രെയിൻ മാത്രം എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടെ അഡീഷണൽ കുറച്ച് പോയിൻറ്റ്സ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കാം. ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത് ഫൗണ്ട് ഇൻ ദ ഏരിയ ഓഫ് ദ ഫോർഹെഡ്. നമ്മുടെ ഫോർഹെഡിൻ്റെ ഏരിയയിൽ കാണപ്പെടുന്ന പാർട്ടാണ് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. ദിസ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് കൺസേൺ വിത്ത് ഓൾ ദ ഇമോഷൻസ്, പ്ലാനിങ്, ഓർഗനൈസിങ്, റീസണിങ്, മെമ്മറി, മൂവ്മെൻറ്റ്, സ്പീച്ച്, റെക്കഗ്നിഷൻ ഓഫ് ഓഡിറ്ററി സ്റ്റിമുലൈ, വിഷ്വൽ പ്രോസസ്സിങ്. ഈ ഒരു ഏരിയയിലാണ് ഇത്രയും കാര്യങ്ങൾ, നമ്മുടെ ഇമോഷൻസ്, അത് ഓരോന്നും ഓരോ ലോബിലാണ്. നമ്മൾ ഈ ഫോർ ബ്രെയിനിൽ തന്നെ വീണ്ടും 4 ലോബുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്നിലാണ് ഇത് ടോട്ടൽ നമ്മൾ ഫോർ ബ്രെയിൻ്റെ ഫംഗ്ഷനാണ് പറയുന്നത്. ഇവിടെയാണ് ഇമോഷൻസ്, നമ്മൾ പ്ലാനിങ് നടക്കുന്നത്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. പല ഏരിയാസ് കാണും അല്ലേ, ഒരു റിലേഷൻഷിപ്പിൽ ഒരു റിലേഷൻ കണ്ടെത്തുന്നതിന് എന്ത് വേണം, പല സംഭവങ്ങളും ഒന്നിച്ച് കൂട്ടി യോജിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ റീസണിങ്, മെമ്മറി, നമ്മുടെ മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ മൂവ്മെൻറ്റ്, ഇത് സ്പീച്ച്, റെക്കഗ്നിഷൻ, നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ തിരിച്ചറിയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന ബ്രെയിനിൻ്റെ പാർട്ടിന് നമ്മൾ പറയുന്നത് ഫോർ ബ്രെയിൻ ആണ്. ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് ഇമാജിനേറ്റീവ് എബിലിറ്റീസ്, ക്രിയേറ്റിവിറ്റി, ജഡ്ജ്മെൻറ്റ്, ഒപ്പീനിയൻസ്, എക്സെട്ര. ദ ഫോർ ബ്രെയിൻ ക്യാൻ ബി അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ് കോൾഡ് സെറിബ്രം, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ലിംബിക് സിസ്റ്റം. ഇത് ഇത്രയും കൂടെ അടങ്ങുന്നതാണ്. ഈ ഫോർ ബ്രെയിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെറിബ്രവും തലാമസും ഹൈപ്പോതലാമസും അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റം, അതെല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് അത്രയേ ഉള്ളൂ. അതിൽ അത്രയേ ഉള്ളൂ. ഇതിൽ നമുക്ക് സെറിബ്രൽ കോർട്ടെക്സ്, സെറിബ്രത്തിന് തന്നെ വീണ്ടും 4 ലോബുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കി തലാമസും അതിൻ്റെ ബാക്കി ഫങ്ഷൻസ്, ബാക്കി പാർട്ടായിട്ടുള്ള ഹൈപ്പോതലാമസും ലിംബിക് സിസ്റ്റം എല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോയിലുള്ള അത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ സെറിബ്ര അല്ലെങ്കിൽ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയും. ഇതിന് വീണ്ടും എന്തായിട്ട് 4 ലോബുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദ സെറിബ്രം ഓർ ദ കോർട്ടെക്സ് ഇസ് എ ലാർജ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ സച്ച് എസ് തിങ്കിങ് ആൻഡ് ആക്ഷൻ. സെറിബ്രം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബ്രം ആണ്. ഇവിടെയാണ് നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ, നമ്മുടെ ഇൻ്റലക്ച്വൽ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന ബ്രെയിനിൻ്റെ പാർട്ട് ഏത്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് നടക്കുന്ന ബ്രെയിനിൻ്റെ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറിബ്രം ആണ്. ഇവിടെയാണ് നമ്മുടെ എല്ലാ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ രീതിയിലുള്ള തിങ്കിങ്, അതുപോലെ റീസണിങ്, ഇമാജിനേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കോഗ്നിറ്റീവ് ഇൻ്റലക്ച്വൽ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് സെറിബ്രത്തിലാണ്. ഇനി ദ ലോബ്സ് ഓഫ് കോർട്ടെക്സ് ആണ്. ഇനി ഈ ഒരു സെറിബ്രൽ കോർട്ടെക്സിനെ വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രോണ്ടൽ ലോബ്, പരേറ്റൽ ലോബ്, ടെമ്പറൽ ലോബ് ആൻഡ് ഓസിപിറ്റൽ ലോബ്. ഈ ഓരോ ലോബിനും ഓരോ ഫങ്ഷൻസ് ആണുള്ളത്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഫ്രോണ്ടൽ ലോബ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ ബ്രെയിൻ. ഫോർ ബ്രെയിനിൽ തന്നെ സെറിബ്രത്തിലെ 4 പാർട്ടുകളാണ് ഫ്രോണ്ടൽ ലോബ്. ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഫ്രണ്ട് പോർഷനെ പറയുന്നത്, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കാണപ്പെടുന്ന, ലൊക്കേറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്. ഈസ് അസോസിയേറ്റഡ് വിത്ത് റീസണിങ്, മോട്ടോർ സ്കിൽസ്, ഹയർ ലെവൽ കോഗ്നീഷൻ ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജ്. ഹയർ ലെവൽ കോഗ്നീഷൻ എല്ലാം നടക്കുന്ന ബ്രെയിനിലെ ലോബ് ഏതാണെന്ന് ചോദിച്ചാൽ സെറിബ്രത്തിലെ ലോബ് എന്ന് പറഞ്ഞാൽ ഫ്രോണ്ടൽ ലോബാണ്. ഹയർ ലെവൽ കോഗ്നീഷൻ, അതായത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രോണ്ടൽ ലോബാണ്. അറ്റ് ദ ബാക്ക് ഓഫ് ഫ്രോണ്ടൽ ലോബ് നിയർ ദ സെൻട്രൽ സെൽക്കസ് ലൈസ് ദ മോട്ടോർ കോർട്ടെക്സ്. അതുപോലെ മോട്ടോർ ആക്ടിവിറ്റീസും അതുപോലെ ഹൈ ലെവൽ കോഗ്നീഷൻസ്, മോട്ടോർ ആൻഡ് കോഗ്നേറ്റീവ് ആക്ഷൻസ് എല്ലാം നടക്കുന്നത് ഫ്രോണ്ടൽ ലോബിലാണ്. അതിന് ഈ ഫ്രോണ്ടൽ ലോബിലെ ബാക്കിലായിട്ട് നിയർ സെൻട്രൽ സെൽക്കസ് എന്ന് പറഞ്ഞ റീജിയനിലായിട്ട് മോട്ടോർ കോർട്ടെക്സും കാണപ്പെടുന്നുണ്ട്. ദിസ് ഏരിയ ഓഫ് ദ ബ്രെയിൻ റിസീവ് ഇൻഫർമേഷൻ ഫ്രം വേരിയസ് ലോബ്സ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് യൂട്ടിലൈസ് ദിസ് ഇൻഫർമേഷൻ ടു ക്യാരി ഔട്ട് ബോഡി മൂവ്മെൻറ്റ്. എന്താണ് ഈ ഒരു ഏരിയയിൽ ഈ മോട്ടോർ കോർട്ടെക്സിൻ്റെ
ഏരിയയിലോട്ട് ബ്രെയിനിൽ നിന്നുള്ള പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. ഈ അവിടെ എന്നിട്ട് ആ ഫ്രോണ്ടൽ ലോബിലെ മോട്ടോർ കോർട്ടക്സിൽ നിന്നാണ് അതിന് ഏത് മസിലിലോട്ടാണോ ആ ഇൻഫർമേഷൻ എത്തേണ്ടത് അതിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും. സോ അതാണ് ഫ്രോണ്ടൽ ലോബിൽ നടക്കുന്നത്. സോ ഹയർ ഓർഡർ ഹയർ ലെവൽ കോഗ്നീഷൻസ് ഉണ്ട്, റീസണിങ്, മോട്ടോർ സ്കിൽസ്. സോ ഈ മോട്ടോർ സ്കിൽസ് സ്പെസിഫൈ ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഫ്രോണ്ടൽ ലോബിൽ തന്നെ നിയർ ദ ഫ്രോണ്ടൽ ലോബിൻ്റെ ബാക്കിലായിട്ടും അതുപോലെ സെൻട്രൽ സെൽക്കസ് എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്, അവിടെയായിട്ടാണ് ഈ മോട്ടോർ കോർട്ടക്സിന് എന്താണ് ഇത് ചെയ്യുന്നത്? ഇൻഫർമേഷൻ, ബ്രെയിനിൽ നിന്നുള്ള ഇൻഫർമേഷൻ പല സ്ഥലത്തു നിന്ന് ബ്രെയിനിൽ നിന്ന് കൊണ്ടുവന്ന് ആ ഇൻഫർമേഷനെ യൂട്ടിലൈസ് ചെയ്ത് അത് ഏത് ബോഡിയിലോട്ടാണ് പോകേണ്ടത് ആ ബോഡിയുടെ മൂവ്മെൻറ്റ് സാധ്യമാക്കും. സോ ഇതാണ് ഫ്രോണ്ടൽ ലോബ്. സോ ഫ്രോണ്ടൽ ലോബിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഇനി അടുത്ത പാരേറ്റൽ ലോബാണ്. ഇതാണ് ലൊക്കേറ്റഡ് ഇൻ ദ മിഡിൽ സെക്ഷൻ. ഫ്രണ്ട് സെക്ഷൻ ആണെങ്കിൽ ലൊക്കേറ്റഡ് ഫ്രണ്ട് ആണെങ്കിൽ ഫ്രോണ്ടൽ ലോബാണ്. ഇനി മിഡിൽ സെക്ഷനിൽ കാണപ്പെടുന്നതാണ് പാരേറ്റൽ ലോബ് എന്ന് പറയുന്നത്. ഇസ് അസോസിയേറ്റഡ് വിത്ത് പ്രോസസ്സിങ് ടാക്ടൈൽ സെൻസറി ഇൻഫർമേഷൻ. സോ അതായത് നമുക്ക് ടച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് പ്രഷർ, ടച്ച്, പെയിൻ, സോ ഇതിലൂടെയൊക്കെ കിട്ടുന്ന നമുക്ക് സെൻസറി ഇൻഫർമേഷൻസ് എല്ലാം വരുന്ന ഏരിയയാണ് പാരേറ്റൽ ലോബ് എന്ന് പറയുന്നത്. ഇനി എ പോർഷൻ ഓഫ് ദ ബ്രെയിൻ നോൺ ആസ് സൊമാറ്റോ സെൻസറി കോർട്ടെക്സ്. സോ ഈ ഒരു പോർഷൻ അറിയപ്പെടുന്നത് സൊമാറ്റോ സെൻസറി കോർട്ടെക്സ്. സോ പാരേറ്റൽ ലോബിന് ഓൾസോ നോൺ ആസ് പാരേറ്റൽ ലോബ് ഈ ഒരു പാർട്ടിന് ഓൾസോ നോൺ ആസ് സൊമാറ്റോ സെൻസറി കോർട്ടക്സ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദിസ് ലോബ് ആൻഡ് ഈസ് എസെൻഷ്യൽ ടു ദ പ്രോസസ്സിംഗ് ഓഫ് ദ ബോഡി സെൻസസ്. സോ ഈ ഒരു സൊമാറ്റോ സെൻസറി കോർട്ടക്സ് എന്ന് പറയുന്ന ഈ റീജിയന് എവിടെയാണ്? പാരേറ്റൽ ലോബിലാണ് കാണുന്നത്. ഇത് എന്തിനാണ് സഹായിക്കുന്നത്? എസെൻഷ്യൽ ടു പ്രോസസ്സിങ് ഓഫ് ദ ബോഡി സെൻസസ്. നമ്മുടെ ബോഡിയിൽ കിട്ടുന്ന സെൻസസിനെ തിരിച്ചറിയാൻ വേണ്ടി ആണ് ഈ ഒരു സൊമാറ്റോ സെൻസറി കോർട്ടക്സ് നമ്മുടെ ബ്രെയിനിൽ പാരേറ്റൽ ലോബിൽ കാണപ്പെടുന്നത്. സോ അപ്പം പാരേറ്റൽ ലോബിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പ്രോസസ്സിങ് ടാക്ടൈൽ സെൻസറി ഇൻഫർമേഷൻസ്. നമുക്ക് കിട്ടുന്ന സ്കിന്നിലൂടെ അതിൽ കിട്ടുന്ന സെൻസറി ഇൻഫർമേഷൻസിനെ പ്രോസസ്സ് ചെയ്യുന്ന ആണ് ഇവിടെ. അതെവിടെയാണ്? പ്രഷർ, ടച്ച്, പെയിൻ, ഇങ്ങനെ സെൻസറി എക്സ്പീരിയൻസിലൂടെ കിട്ടുന്നത്. ഇനി ബ്രെയിനിൽ തന്നെ സൊമാറ്റോ സെൻസറി കോർട്ടക്സ് ഉണ്ട്. അവിടെ അതെന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ ബോഡിയിലുള്ള ബോഡി സെൻസസിനെ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് സൊമാറ്റോ സെൻസറി കോർട്ടക്സ് എന്ന് പറയുന്നത്. അത് കാണപ്പെടുന്നത് പാരേറ്റൽ ലോബിലാണ്. അപ്പോൾ സൊമാറ്റോ സെൻസറി കോർട്ടക്സ് കാണപ്പെടുന്നത് എവിടെയാണ്? പാരേറ്റൽ ലോബിലാണ്. ഇനി അടുത്ത ടെമ്പറൽ ലോബാണ്. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഓൺ ദ ബോട്ടം സെക്ഷൻ ഓഫ് ദ ബ്രെയിൻ. ദിസ് ലോബ് ഇസ് ഓൾസോ ദ ലൊക്കേഷൻ ഓഫ് ദ primary auditory cortex, which is important for interpreting sounds and the language we hear. So temporal lobe എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ബോട്ടം സെക്ഷൻ. സോ മിഡിൽ വരുമ്പോൾ പാരേറ്റൽ, ടെമ്പറൽ ആകുമ്പോഴത്തേക്ക് അത് ബോട്ടം ആവും. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇതിന് നമ്മൾ പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ്. സോ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് വെർണിക്സ് ഏരിയയെക്കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ടെമ്പറൽ ലോബിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻ്റർപ്രറ്റിംഗ് സൗണ്ട്സ് ആൻഡ് ലാംഗ്വേജ് വി ഹിയർ. നമുക്ക് കേൾക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ലാംഗ്വേജ് ഇതെല്ലാം നമുക്ക് മനസ്സിലാവണ്ടേ? നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് വായിക്കുന്നു, സോ അതിലുള്ള കാര്യം നമുക്ക് മനസ്സിലായാലേ പറ്റത്തുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാര്യത്തിനെ കുറിച്ച് നമുക്കത് ക്ലിയർ ആവുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഏരിയയാണ് ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത്. അതായത് ഓഡിറ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത്. ദ ഹിപ്പോക്യാമ്പസ് ഇസ് ഓൾസോ ലൊക്കേറ്റഡ് ഇൻ ദ ടെമ്പറൽ ലോബ്. സോ ഹിപ്പോക്യാമ്പസ് എന്ന് പറയുന്നത് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ഹിപ്പോക്യാമ്പസ് കാണപ്പെടുന്നത്? ലിംബിക് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. ആ ലിംബിക് സിസ്റ്റത്തിൻ്റെ പാർട്ടായ ഹിപ്പോക്യാമ്പസും കാണപ്പെടുന്നത് എവിടെയാണ്? ടെമ്പറൽ ലോബിലാണ് കാണപ്പെടുന്നത്. ഇനി ഈ പോർഷൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫോർമേഷൻ, നമ്മുടെ മെമ്മറീസ് ഫോം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലിംബിക് സിസ്റ്റത്തിലെ ഒരു പാർട്ടാണ് ഹിപ്പോക്യാമ്പസ്. ആ ഹിപ്പോക്യാമ്പസ് കാണപ്പെടുന്നത് ടെമ്പറൽ ലോബിലാണ്. സോ മെമ്മറി ഫോർമേഷന് സഹായിക്കുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിപ്പോക്യാമ്പസ് ആണ്. സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ബ്രെയിനിൻ്റെ സ്ട്രക്ചറും ഇതും മാത്രമല്ല വേണ്ട, ആ ബ്രെയിനിലെ ഓരോ പാർട്ടും അതിൻ്റെ ബിഹേവിയറാണ്. ഓരോ ബിഹേവിയർ എവിടെയൊക്കെയാണ് ഏതിനൊക്കെയാണ് സഹായിക്കുന്നതെന്നാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്മറിയുടെ ഫോർമേഷന് സഹായിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് അത് ഹിപ്പോക്യാമ്പസ് ആണ്. സോ അത് കാണപ്പെടുന്ന ലോബ് എന്ന് പറയുന്നത് ടെമ്പറൽ ലോബാണ്.
ഇനി അടുത്ത ഒസിപ്പിറ്റൽ ലോബാണ്. ഒസിപ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ വിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബാക്ക് പോർഷൻ ഓഫ് ദ ബ്രെയിൻ. ഏറ്റവും ബാക്കിലായിട്ട് ബ്രെയിനിൽ കാണപ്പെടുന്ന പാർട്ടാണ് ഒസിപ്പിറ്റൽ ലോബ് എന്ന് പറയുന്നത്, അതായത് സെറിബ്രത്തിൻ്റെ ബാക്കിലായിട്ട്. സോ അസോസിയേറ്റഡ് വിത്ത് ഇൻ്റർപ്രറ്റിംഗ് വിഷ്വൽ സ്റ്റിമുലി ആൻഡ് ഇൻഫർമേഷൻ. സോ ഇവിടെ എന്താണ്, നമുക്ക് വിഷനുമായിട്ട്, നമ്മുടെ കാഴ്ചയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, കാഴ്ച നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചറിയുന്ന, സോ അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് ഒസിപ്പിറ്റൽ ലോബ് എന്ന് പറയുന്നത്. ഒസിപ്പിറ്റൽ ലോബിനെ കുറിച്ച്, ഈ ഓരോ ലോബിനെ കുറിച്ച് പ്രീവിയസ് ഇയർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സോ ഒസിപ്പിറ്റൽ ലോബ് എന്ന് പറയുന്നത് വിഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ദ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് വിച്ച് റിസീവ്സ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ റെറ്റിനാസ് ഓഫ് ദ ഐസ് ഈസ് ലൊക്കേറ്റ് ഇൻ ദ ഒസിപ്പിറ്റൽ ലോബ്. സോ ഇത് പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലാണ്. ഈ നമുക്ക് വിഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത് കൂടുതലും? ഒസിപ്പിറ്റൽ ലോബിൽ കണ്ണിൽ നിന്നല്ലേ നമുക്ക് വിഷൻ കിട്ടുന്നത്, കാഴ്ച അല്ലെങ്കിൽ കാഴ്ച കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് എവിടെ നിന്നാണ്? റെറ്റിന, കണ്ണിലെ ഐസിലെ റെറ്റിനാസിലാണ് ഉള്ളത്. ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഓസിപ്പിറ്റൽ ലോബ്. സോ ഇതെന്ത് ചെയ്യും? ഓസിപ്പിറ്റൽ ലോബിലോട്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. സോ ഓസിപ്പിറ്റൽ ലോബാണ് നമുക്കിത്, നമ്മൾ കാണുന്ന കാഴ്ചയെ പ്രോസസ്സ് ചെയ്ത് ഇതാണ് സംഭവം, ഇതാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. സോ ഓസിപ്പിറ്റൽ ലോബ് എന്തിനാണ് സഹായിക്കുന്നത്? വിഷ്വൽ ഇൻ്റർപ്രിട്ടേഷനാണ് സഹായിക്കുന്നത്. സോ ഇനി ഈ 4 പാർട്ടും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു സെറിബ്രം എന്ന് പറയുന്ന. ഇനി ഈ ബ്രെയിനിൽ തന്നെ 2 സിമ്മട്രിക്കൽ ഹാഫ് ഐസ്, ഒരു 2 സൈഡും ഈക്വലായിട്ട് നടുക്കൂടെ ഒരു എന്ത് കാണും? ഒരു കുഴി പോലൊരു സംഭവം കാണും. അതായത് 2 ബ്രെയിനിലെ 2 പാർട്ടാക്കി, സിമ്മട്രിക്കലി ഹാഫായ 2 പാർട്ടാക്കുന്ന ഇത് കാണും. സോ അതിന് നമുക്ക് റൈറ്റ് ഹെമിസ്ഫിയർ എന്നും ലെഫ്റ്റ് ഹെമിസ്ഫിയർ എന്ന് പറയാം. ഇത് രണ്ടിനും എന്താണ് ഫങ്ഷൻസിൽ ചെറിയ വ്യത്യാസങ്ങളുള്ളതാണ്. ദ റൈറ്റ് ഹെമിസ്ഫിയർ ഈസ് സീൻ ടു ബി അസോസിയേറ്റ് വിത്ത് ക്രിയേറ്റിവിറ്റി. നമ്മുടെ റൈറ്റ് ഹെമിസ്ഫിയറിൽ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. പക്ഷേ ലെഫ്റ്റ് ബ്രെയിൻ ആണെങ്കിലോ ഡീൽ വിത്ത് ലോജിക്കൽ തിങ്കിങ് ുമായിട്ട് റിലേറ്റ് ചെയ്ത ബ്രെയിനിൻ്റെ ഹെമിസ്ഫിയർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോജിക്കൽ തിങ്കിങ് ലെഫ്റ്റ് ബ്രെയിൻ ആണ്. ഇനി അടുത്ത നമുക്ക് മിഡ് ബ്രെയിൻ. സോ ഇപ്പോൾ 4 ബ്രെയിനിലുള്ള കാര്യങ്ങളെല്ലാം തീർന്നു. അതിൽ ഹൈപ്പോതലാമസും ബാക്കി ലിംബിക് സിസ്റ്റം എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വീഡിയോയിലുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മിഡ് ബ്രെയിന്. ഇനി അടുത്ത എന്താണ് മിഡ് ബ്രെയിന്, 4 ബ്രെയിന്, ഹൈൻഡ് ബ്രെയിന്, സ്പൈനൽ കോഡ്, റിഫ്ലക്സ് ആക്ഷൻ. ഇത്രയും ആകുമ്പോഴത്തേക്ക് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിൻ ആൻഡ് ബിഹേവിയർ എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആകും. സോ മിഡ് ബ്രെയിൻ എന്താണെന്ന് നോക്കാം. മിഡ് ബ്രെയിൻ ഓൾസോ നോൺ ആസ് മീസെൻസെഫാലോൺ എന്നാണ്. മീസെൻസെഫാലോൺ എന്നറിയപ്പെടുന്നത് മിഡ് ബ്രെയിനെയാണ്. ദിസ് പാർട്ട് ഈസ് ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ ഫ്രോണ്ടൽ ലോബ് ആൻഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ എൻറ്റയർ ബ്രെയിൻ. സോ നമ്മുടെ ഫ്രോണ്ടൽ ലോബ്, സെറിബ്രത്തിൽ ഫ്രോണ്ടൽ ലോബിൽ പുറകിലായിട്ടും അതുപോലെ തന്നെ മൊത്തത്തിൽ ബ്രെയിൻ എടുത്ത് നോക്കിയാൽ അതിൻ്റെ മിഡിൽ പോർഷനിൽ അല്ലെങ്കിൽ സെൻറ്റർ പോർഷനിൽ കാണുന്ന ബ്രെയിനെയാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. സോ ഓൾസോ നോൺ ആസ് മീസെൻസെഫാലോൺ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ സെൻറ്ററിൽ കാണപ്പെടുന്ന പാർട്ടാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഡീൽസ് വിത്ത് ഫങ്ഷൻസ് സച്ച് എസ് ഹിയറിംഗ്, വിഷൻ, ബോഡി ആൻഡ് ഐ മൂവ്മെൻറ്റ്. സോ അത് ഇതിൻ്റെ മിഡ് ബ്രെയിനിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഹിയറിംഗ്, കേൾവി, അതുപോലെ കാഴ്ച, അതുപോലെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ബോഡി അല്ലെങ്കിൽ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്. സോ ഇതിനെയൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ സഹായിക്കുന്ന ഒരു ഫങ്ഷനുള്ള പാർട്ടാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി മിഡ് ബ്രെയിനിന് തന്നെ 3 പാർട്ടുകളുണ്ട്. സോ ആ പാർട്ടുകളുടെ പേര് മാത്രം ഒന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഇല്ല. മിഡ് ബ്രെയിൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ് കോൾഡ് ടെക്റ്റം, ടെഗ്മെൻറ്റം, സെറിബ്രൽ പെഡങ്കിൾസ്. സോ മിഡ് ബ്രെയിനിൻ്റെ 3 പാർട്ടുകളാണ് ടെക്റ്റം, ടെഗ്മെൻറ്റം ആൻഡ് സെറിബ്രൽ പെഡങ്കിൾസ്. സോ ഇത് 3 കേൾക്കുമ്പോൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? മിഡ് ബ്രെയിനിൻ്റെ 3 ഭാഗങ്ങളാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ടെക്റ്റം, ടെഗ്മെൻറ്റം ആൻഡ് സെറിബ്രൽ പെഡങ്കിൾസ്. ഇനി ദ മിഡ് ബ്രെയിൻ ഇസ് ദ സ്മോളസ്റ്റ് റീജിയൻ ഓഫ് ദ ബ്രെയിൻ ദാറ്റ് ആക്ട് ആസ് എ സോർട്ട് ഓഫ് റിലേ സ്റ്റേഷൻ ഫോർ ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഇൻഫർമേഷൻ. ഈ 4 ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിനിൽ ചെറിയ റീജിയൻ, സ്മോളസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് മിഡ് ബ്രെയിൻ ആണ്. ഇനി ഇവിടുത്തെ ഫങ്ഷൻ എന്താ? നമ്മുടെ ഓഡിറ്ററി അല്ലെങ്കിൽ വിഷ്വൽ ഇൻഫർമേഷൻ്റെ റിലേ സ്റ്റേഷനായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് കിട്ടുന്ന ഐയിലൂടെ അല്ലെങ്കിൽ വിഷ്വൽ ചെവിയിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസിനെ കൊണ്ട് കൊടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിന് വേണ്ടിയുള്ള ഇത് കൊടുക്കുന്നത്. സോ അതൊരു റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നു. സോ അതാണ് മിഡ് ബ്രെയിനിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ഓഡിറ്ററി
എന്താ നമ്മൾ കേൾക്കുന്ന കേൾവി കൊണ്ട് കൊടുത്തിട്ട് അതിനുള്ള റെസ്പോൺസ് തിരിച്ചു കൊണ്ട് കൊടുക്കും. സോ ഒരു റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ആര്, മിഡ് ബ്രെയിൻ. ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഇൻഫർമേഷൻ്റെ റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നതാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ മിഡ് ബ്രെയിൻ കൺട്രോൾ മെനി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് സച്ചസ് ദ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി സിസ്റ്റം ആസ് വെൽ ആസ് ഐ മൂവ്മെൻറ്റ്. നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റിന് എല്ലാം സഹായിക്കും. അതുപോലെ വിഷ്വൽ ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിനെല്ലാം സഹായിക്കുന്ന പാർട്ടാണ് ഇത് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. The midbrain is relatively small in size and it connects the hindbrain with the forebrain. So രണ്ട് ഹൈൻഡ് ഫോർബ്രെയിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. റിലേറ്റീവ്ലി സ്മോൾ ഇൻ സൈസ് ആണ്. സോ ഹൈൻഡ് ബ്രെയിനെയും ഫോർബ്രെയിനെയും കണക്ട് ചെയ്യുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് മിഡ് ബ്രെയിൻ ആണ്. ദ ന്യൂറൽ സെൻറ്റേഴ്സ് റിലേറ്റഡ് ടു സം സ്പെഷ്യൽ റിഫ്ലക്സസ് ആൻഡ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി സെൻസേഷൻസ് ആർ ഫൗണ്ട് ഹിയർ. സോ ഈ ഒരു മിഡ് ബ്രെയിനിൽ ചില ന്യൂറൽ സെൻറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചില ന്യൂറോൺസ് എന്തിനൊക്കെ സഹായിക്കും, സ്പെഷ്യൽ ചില റിഫ്ലക്സുകൾക്ക്, റിഫ്ലക്സ് ആക്ഷൻ എന്താ നമ്മളിനി പഠിക്കും. സോ അങ്ങനെയുള്ള റിഫ്ലക്സുകൾക്ക്, അതുപോലെ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി സെൻസേഷൻസ് എല്ലാം എന്താണ് ഈ ഒരു മിഡ് ബ്രെയിൻ ഏരിയയിൽ കാണപ്പെടുന്നുണ്ട്. ഇനി ഇവിടെ തന്നെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഒരു മിഡ് ബ്രെയിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ് റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. സോ നമ്മുടെ എറോസൽ റെസ്പോൺസിബിൾ ഫോർ അവർ എറോസൽസ്. ഇറ്റ് മേക്ക് us alert and active by regulating sensory input. It also help us selecting information from the environment. സോ നമുക്ക് എന്താണ് അലേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആക്റ്റീവ് ചെയ്യുന്നത്, നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ എറോസലിന് സഹായിക്കുന്ന പാർട്ടാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതിലെവിടെയാണ് റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. ഈ ഒരു പാർട്ടാണ് നമുക്ക് നമ്മുടെ ആക്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരു സെൻസേഷൻ കിട്ടി അതിനെ എന്തു ചെയ്യും, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാർട്ടാണ് മിഡ് ബ്രെയിനിലെ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം കാണപ്പെടുന്നത് എന്താണ്, സോ ഒരു മിഡ് ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ് ഈ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത്, നമ്മളായിട്ട് മേക്കസ് അലേർട്ട് ആൻഡ് ആക്റ്റീവ്. സോ എന്താ നമ്മുടെ സെൻസറി സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ ബോഡി അലേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കും. എന്തിനെതിരെയാണ്, നമുക്ക് കിട്ടുന്ന സെൻസറി ഇൻപുട്ടിനെതിരായിട്ട് അതിനെ നമ്മളെ അലേർട്ട് ചെയ്യും. ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, സോ നമ്മുടെ ബോഡി കോൺഷ്യസ് ആയിരിക്കണം, സോ അല്ലെങ്കിൽ ഇതിനെതിരെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അതിനെല്ലാം സഹായിക്കുന്ന, നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ഇതിനു വേണ്ടി നമ്മൾ ആക്റ്റീവായിരിക്കാൻ സഹായിക്കുന്ന ബ്രെയിനിൻ്റെ പാർട്ടാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. സോ അതിന് സഹായിക്കുന്ന ഏരിയ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റമാണ്. ഈ സിസ്റ്റം കാണപ്പെടുന്നത് മിഡ് ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ്. ഇനി അടുത്ത ഹൈൻഡ് ബ്രെയിൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ദിസ് ഈസ് ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ പോസ്റ്റീരിയർ പാർട്ടിൽ കാണപ്പെടുന്നതാണ് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇസ് കമ്പോസ്ഡ് ഓഫ്, ഇനി ഈ ഒരു ഹൈൻഡ് ബ്രെയിനിൽ 3 ഭാഗങ്ങളാണുള്ളത്, സെറിബെല്ലം, പോൺസ് ആൻഡ് മെഡുല. സോ ഓരോന്നിലും ഉള്ള പാർട്സുകൾ ഓർത്ത് വെച്ചിരിക്കുക. ഫോർ ബ്രെയിനിലുള്ള പാർട്സുകൾ ഏതൊക്കെയാണ്, മിഡ് ബ്രെയിനിൽ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അത് ഏതൊക്കെയാണ്, ഹൈൻഡ് ബ്രെയിനിൽ ഉള്ളത് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. സെറിബെല്ലം, പോൺസ് ആൻഡ് മെഡുല. സോ ഇതാണ് ഹൈൻഡ് ബ്രെയിനിലെ 3 പ്രധാനപ്പെട്ട പാർട്സുകളെന്ന് പറയുന്നത്. ഇനി ഓഫൻ ദ മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുലാസ് ആർ ടുഗദർ റെഫർഡ് ടു ആസ് ബ്രെയിൻ സ്റ്റെം. സോ ഇതിൽ തന്നെ പോൺസും സെറിബെല്ലം ഇല്ലാതെ പോൺസും മെഡുലായും, അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ മിഡ് ബ്രെയിൻ, ഈ മിഡ് ബ്രെയിനും കൂടെ ഒന്നിച്ച് ചേർന്ന് നമ്മൾ പറയുന്നത് അതിന് ബ്രെയിൻ സ്റ്റെം എന്നാണ്. സോ മിഡ് ബ്രെയിന്, പോൺസ് ആൻഡ് മെഡുല, ഇവർ 3 പേരെയും ഒന്നിച്ച് ചേർത്ത് പറയുന്നത് ബ്രെയിൻ സ്റ്റെം എന്നാണ്. ഇനി ഹൈൻഡ് ബ്രെയിൻ ഈസ് ലൊക്കേറ്റഡ് ടുവാർഡ് ദ റിയർ ആൻഡ് ലോവർ പോർഷൻ ഓഫ് എ പേഴ്സൺസ് ബ്രെയിൻ. സോ ഒരു മനുഷ്യൻ്റെ ലോവർ പോർഷൻ, ഹെഡിൻ്റെ ലോവർ പോർഷനിൽ കാണപ്പെടുന്ന ബ്രെയിൻ റീജിയൻ ആണ് ഏതെന്ന് പറയുന്നത് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിങ് എ നമ്പർ ഓഫ് ഇമ്പോർട്ടൻറ്റ് ബോഡി ഫങ്ഷൻസ് ആൻഡ് പ്രോസസ് ഇൻക്ലൂഡിങ് റെസ്പിറേഷൻ ആൻഡ് ഹാർട്ട് റേറ്റ്. ദ ബ്രെയിൻ സ്റ്റെം is an important part of the hindbrain, controlling functions that are critical to life, such as breathing and swallowing. Cerebellum is also part of the hindbrain, പ്ലേയിങ് എ റോൾ ഇൻ ഫിസിക്കൽ എബിലിറ്റി. സോ ഇത് നമ്മൾ കോമൺ ആയിട്ടുള്ള ഹൈൻഡ് ബ്രെയിനിൻ്റെ ഫംഗ്ഷനാണ് പറയുന്നത്. സോ അതായത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ വൈറ്റൽ ഫങ്ഷനിങ്ങിലും, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഹാർട്ട് ബീറ്റ്, സോ നമ്മൾ ബ്രീത്തിങ്, ഇതൊക്കെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഏരിയ ആണ് ഹൈൻഡ് ബ്രെയിൻ. അതിൽ ഹൈൻഡ് ബ്രെയിനിലെ ഏത് പാർട്ടാണെന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലമാണ്. സോ അത് നമ്മളിനി പറയും. അപ്പം കോമൺ ആയിട്ടുള്ള ഹൈൻഡ് ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. എന്തൊക്കെ ചെയ്യും, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ
ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്, ഹാർട്ട് റേറ്റ്, ഹാർട്ടിൻ്റെ കൺട്രോൾ, എങ്ങനെ പമ്പ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ബീറ്റ് ചെയ്യണം അല്ലെങ്കിൽ റെസ്പിറേഷൻ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ബോഡിയിലുള്ള കിഡ്നി ഫങ്ഷൻ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്ടാണ് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ലോവർ പോർഷൻ ഓഫ് നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും ലോവർ പോർഷൻ അല്ലെങ്കിൽ പോസ്റ്റീരിയർ പാർട്ടിൽ കാണപ്പെടുന്നതാണ് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇതിൽ 3 പാർട്ടുകളാണ്: സെറിബെല്ലം, പോൺസ് ആൻഡ് മെഡുലാസ്. സോ ഇത് മൂന്നുമാണ് ഹൈൻഡ് ബ്രെയിനിൻ്റെ പാർട്സ്. ഇനി ഇതിൽ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്? പോൺസും മെഡുലയും മിഡ് ബ്രെയിനും കൂടെ, നമ്മൾ നേരത്തെ പഠിച്ച ബ്രെയിനിൻ്റെ 3 ക്ലാസിഫിക്കേഷനിൽ ഒന്നായ മിഡ് ബ്രെയിൻ, ബ്രെയിനിൻ്റെ നടുക്ക് കാണുന്ന ആ മിഡ് ബ്രെയിനും പോൺസും മെഡുലായും കൂടെ ചേരുന്നതിന് നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഓരോ പാർട്ടിനെയും കുറിച്ച് നമുക്ക് നോക്കാം. സെറിബെല്ലം ഫോംസ് ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ജസ്റ്റ് ബിലോ ദ സെറിബ്രം. സെറിബ്രം ആണ് ഏറ്റവും വലിയ ബ്രെയിനിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. സോ അതിൻ്റെ താഴെയായിട്ട്, ജസ്റ്റ് സെറിബ്രത്തിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്ന പാർട്ടാണ് സെറിബെല്ലോ എന്ന് പറയുന്നത്. സെറിബ്രത്തിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് 1/8 ഉള്ളൂ. സെറിബെല്ലോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പോർഷനാണ് സെറിബെല്ലോ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും പോസ്റ്റീരിയർ, ബ്രെയിനിൻ്റെ പോസ്റ്റീരിയർ, അതായത് ലോവർ പോർഷനിൽ കാണപ്പെടുന്നതാണ് സെറിബെല്ലോ എന്ന് പറയുന്നത്. ഇനി ഇറ്റ് പെർഫോം ക്രൂഷ്യൽ ഫങ്ഷൻസ് ലൈക്ക് ബാലൻസ്, മൂവ്മെൻറ്റ്, കോർഡിനേറ്റിംഗ് മസിൽ മൂവ്മെൻറ്റ്. ഇറ്റ്സ് ദ സെറിബെല്ലം ഹെൽപ്പ് us മെയിൻറ്റെയിൻ അവർ ബാലൻസ്, മൂവ് അറൗണ്ട്. സോ ഇത് എന്താണ് സെറിബെല്ലത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിലെ കോർഡിനേഷനാണ്. ബോഡി നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സോ സെറിബെല്ലം സെറിബെല്ലത്തിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ തറയിൽ വീഴാതെ നമ്മൾ നടക്കാനൊക്കെ പറ്റുന്നത്, അതുപോലെ ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റുന്ന, ഇതെല്ലാം സഹായിക്കുന്നത് സെറിബെല്ലമാണ്. സോ അതുകൊണ്ടാണ് നമുക്കറിയാം, ഈ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അവർ നടക്കുമ്പോൾ അവർക്ക് ബാലൻസ് കിട്ടത്തില്ല, ഒരു ക്ലംസി വാക്കിംഗ് ആയിരിക്കും അവർക്ക്. സോ ബാലൻസ് കിട്ടാത്തുള്ള രീതി. സോ അപ്പം ആൽക്കഹോൾ നമ്മുടെ എവിടെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ നടക്കുന്നത്. എന്താണ്? സെറിബെല്ലം, നമ്മുടെ സെറിബെല്ലത്തിൽ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ആൽക്കഹോൾ എഫക്റ്റ് ചെയ്യുന്നത് സെറിബെല്ലത്തിലാണ്. സോ സെറിബെല്ലം ആണ് എന്തിനു സഹായിക്കുന്നത്? നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പോസ്ചറിനൊക്കെ സഹായിക്കുന്നത്. ബോഡി ബാലൻസ് ചെയ്ത് നടക്കാനും ഓടാനും ചാടാനും എല്ലാം എന്ത് വേണം? മൂവ്മെൻറ്റിൻ്റെ കോർഡിനേഷൻ വേണം. ഇതിനെല്ലാം സഹായിക്കുന്ന ബ്രെയിനിൻ്റെ പാർട്ടാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. സോ ആൽക്കഹോൾ എഫക്റ്റ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? സെറിബെല്ലം ആണ്. സോ സെറിബെല്ലത്തിൽ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മദ്യപിക്കുന്നവർക്ക് മൂവ് ചെയ്യാൻ, അവർ ബാലൻസ് ചെയ്യാൻ പറ്റാതെ നടക്കുന്നത്. ഇനി അതുപോലെ ഇറ്റ് ഓൾസോ സ്റ്റോർസ് എ മെമ്മറി ഓഫ് മൂവ്മെൻറ്റ് പാറ്റേൺ സോ ദാറ്റ് വി ഡു നോട്ട് ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ഹൗ ടു വാക്ക്, ഡാൻസ് ഓർ റൈഡ് എ ബൈസൈക്കിൾ. സോ ഈ ഒരു സെറിബെല്ലത്തിലാണെന്നാണ് നമ്മുടെ മൂവ്മെൻറ്റ് പാറ്റേൺസിൻ്റെ മെമ്മറീസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? സെറിബെല്ലത്തിൽ സ്റ്റോർ ആയിട്ടുണ്ട്. നമുക്ക് കുഞ്ഞിലെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ നടക്കാൻ എന്ത് ചെയ്യണം? ആദ്യം പഠിക്കണം അല്ലേ? അവർ ബോഡി ബാലൻസ് ചെയ്യാൻ പഠിക്കണം. പിന്നെ അവർ നടന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓരോ ദിവസവും നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ നമ്മൾ നടക്കുന്ന മൂവ്മെൻറ്റിൻ്റെ മെമ്മറി നമ്മുടെ ബോഡിയിൽ സെറിബെല്ലം എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന ഒരാൾക്ക് എത്ര കാലം കഴിഞ്ഞാലും അയാൾക്ക് എന്ത് ചെയ്യത്തില്ല? അത് മറക്കത്തില്ല. കൊച്ചിലെ നമ്മൾ ആദ്യം പഠിച്ചെടുക്കാൻ എന്ത് വേണം? കുറച്ച് ക്ഷമയും പേഷ്യൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സൈക്കിൾ ബാലൻസ് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ നമ്മുടെ സെറിബെല്ലം അതിൻ്റെ മെമ്മറീസ് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് പിന്നെ നമുക്കതിനെക്കുറിച്ച് വീണ്ടും എന്ത് പഠിക്കേണ്ടി വരത്തില്ല. സോ അതുപോലെയാണ്. സോ അതാണ് മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ സ്റ്റോർസ് ദ മെമ്മറി ഓഫ് മൂവ്മെൻറ്റ് പാറ്റേൺ സോ ദാറ്റ് വി ഡു നോട്ട് ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ഹൗ ടു വാക്ക്, ഡാൻസ് ഓർ റൈഡ് എ ബൈസൈക്കിൾ. So the very fact that we can enjoy all kind of sports like surfing, skiing, etc., we realize how important this part is. Without the cerebellum we can say goodbye to even walking. So cerebellത്തിൻ്റെ ഫംഗ്ഷൻ ഇല്ലാതെ നമുക്ക് എന്താണ്? നടക്കാൻ പോലും പറ്റില്ല. അതുപോലെ ഈ സെറിബെല്ലമാണ് നമ്മൾ പല കാര്യങ്ങൾ, അതുപോലെ സ്പോർട്സ് ആക്ടിവിറ്റീസ്, സർഫിങ്, സ്കൈയിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം സഹായിക്കുന്നത് സെറിബെല്ലമാണ്. സോ ഇത്രയേ ഉള്ളൂ സെറിബെല്ലത്തിനെ കുറിച്ച്. ഇനി പോൺസ് ആൻഡ് മെഡുലയുടെ നമുക്ക് സെപ്പറേറ്റ് ഓരോ പോർഷൻസ് നോക്കാം. അത് നിങ്ങൾക്ക് അഡീഷണൽ വായിച്ച് നോക്കാം. ഇനി പോൺസ്, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ മെഡുല ഓൺ വൺ സൈഡ് ആൻഡ് വിത്ത് ദ മിഡ് ബ്രെയിൻ ഓൺ ദ അതർ സൈഡ്. സോ പോൺസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹൈൻഡ് ബ്രെയിനിലെ പോൺസ് എന്ന് പറയുന്നത് ഒരു ഭാഗം അതിനെ മെഡുലയുമായിട്ടും മറ്റു ഭാഗം ബ്രെയിനിൻ്റെ മിഡിൽ പോർഷനായിട്ടുള്ള മിഡ് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്ടാണ് പോൺസ് എന്ന് പറയുന്നത്. സോ പോൺസ് ഇസ് കണക്റ്റഡ് വിത്ത് മെഡുല. നമ്മൾ നേരത്തെ മെഡുല ഇനി നമ്മൾ പറയും. മെഡുലയും അതുപോലെ മിഡ് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് പോൺസ് ആണ്. എ ന്യൂക്ലിയസ് ഓഫ് പോൺസ് റിസീവ് ഓഡിറ്ററി സിഗ്നൽസ് റിലേഡ് ബൈ അവർ ഇയേഴ്സ്. സോ ഈ പോൺസിൽ അവിടെയുള്ള
ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? ഓഡിറ്ററി സിഗ്നൽസ് കൊടുക്കുന്നതാണ്. നമ്മുടെ ഇയറിൽ നിന്നുള്ള ഓഡിറ്ററി സിഗ്നൽസ് ആണ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് പോൺസ് ഇസ് ഇൻവോൾവ് ഇൻ സ്ലീപ്പ് മെക്കാനിസം, പർട്ടിക്കുലർലി ദ സ്ലീപ്പ് ക്യാരക്ടറിസ്റ്റിക് ബൈ ഡ്രീമിങ്. നമ്മുടെ ഡ്രീമിങ്ങുമായിട്ട്, നമ്മൾ ഉറങ്ങുന്ന മെക്കാനിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പോൺസ്. ഉറങ്ങാനൊക്കെ സഹായിക്കുന്ന, അല്ലെങ്കിൽ സ്ലീപ്പ് മെക്കാനിസം. അതുപോലെ നമ്മൾ ഡ്രീം ചെയ്യുക എന്ന് പറയും. ഡ്രീം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചിന്തിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തയുടെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? ഡ്രീം വരുന്നത്. സോ ഇതിനെല്ലാം സഹായിക്കുന്ന ബ്രെയിനിൻ്റെ പാർട്ട് പറയുന്നത് എന്താണ്? പോൺസ് ആണ്. സോ സ്ലീപ്പ് മെക്കാനിസം അല്ലെങ്കിൽ സ്വപ്നം കാണുക അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ബ്രെയിനിൻ്റെ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈൻഡ് ബ്രെയിനിലെ പോൺസ് റീജിയൻ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂക്ലിയൈ എഫക്റ്റിംഗ് റെസ്പിറേറ്ററി മൂവ്മെൻറ്റ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ. സോ അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷന് സഹായിക്കുന്ന, നമ്മുടെ റെസ്പിറേറ്ററി മൂവ്മെൻറ്റിന് സഹായിക്കുന്ന, അതിനെല്ലാം സഹായിക്കുന്ന ന്യൂക്ലിയസുകൾ എന്താണ്? ഈ പോൺസിൽ കാണപ്പെടുന്നുണ്ട്. സോ അപ്പം പോൺസിൻ്റെ മേജർ ഫങ്ഷൻ ഓർക്കുമ്പോൾ സ്ലീപ്പ് മെക്കാനിസം, ഡ്രീമിങ്, അതുപോലെ റെസ്പിറേറ്ററി മൂവ്മെൻറ്റ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. സോ ഇതെല്ലാം സഹായിക്കുന്നത് പോൺസ് ഏരിയ ആണ്. ഇനി അടുത്ത മെഡുല ഒബ്ലാങ്കട്ടയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നമ്മൾ ആക്സിഡൻ്റ് ഒക്കെ പറ്റുന്നവർ പെട്ടെന്ന് ബ്രെയിൻ ഡെത്തായി മരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മെഡുല ഒബ്ലാങ്കട്ട, അതായത് ബ്രെയിനിൽ നമ്മുടെ തലയുടെ ഏറ്റവും കഴുത്തിന് മുകളിലായിട്ട് കാണപ്പെടുന്ന ആ പാർട്ടിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സഡൻ ആയിട്ട് നമുക്ക് എന്താ പറ്റും? നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻസ്, ഹാർട്ട് ബീറ്റ്, അതുപോലെയുള്ള ഇൻവോളണ്ടറി നമ്മുടെ അകത്തുള്ള ഓർഗൻസിൻ്റെ എല്ലാം ഫങ്ഷനിങ് സഹായിക്കുന്ന പാർട്ടാണ് മെഡുല ഒബ്ലാങ്കട്ട എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറ്റും? മരണം സംഭവിക്കും. It is the lowest part of the brain that exists in continuation of spinal cord. So മെഡുല ഒബ്ലാങ്കട്ടയുടെ കണ്ടിന്യൂഷൻ പാർട്ടാണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്, അതായത് നട്ടൽ എന്ന് പറയുന്നത്. സോ മെഡുല ഒബ്ലാങ്കട്ടയുടെ കണ്ടിന്യൂഷൻ ആണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂറൽ സെൻറ്റേഴ്സ് വിച്ച് റെഗുലേറ്റ് ബേസിക് ലൈഫ് സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് ലൈക്ക് ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. സോ നമ്മുടെ എല്ലാ ബേസിക്, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് മെഡുല ഒബ്ലാങ്കട്ടയാണ്. അതായത് നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻസിനെല്ലാം സഹായിക്കുന്ന ഏരിയ, നമ്മുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന പാർട്ട് അത് മെഡുല ഒബ്ലാങ്കട്ടയാണ്. ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് മെഡുല ഒബ്ലാങ്കട്ടയാണ്. ദിസ് ഈസ് വൈ മെഡുല ഈസ് നോൺ ആസ് ദ വൈറ്റൽ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ. ഇറ്റ് ഹാസ് സം സെൻറ്റേഴ്സ് ഓഫ് ഓട്ടോണോമിക് ആക്ടിവിറ്റീസ്. സോ അതുകൊണ്ട് തന്നെ ഈ ഏരിയ നമുക്ക് എന്തെന്ന് പറയും? വൈറ്റൽ സെൻറ്റേഴ്സ് ആണ്. നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ് മെഡുല ഒബ്ലാങ്കട്ട എന്ന് പറയുന്നത്. സോ ഇൻവോളണ്ടറി ആക്ഷൻസ് എല്ലാം നടക്കുന്നത് എവിടെയാണ്? മെഡുല ഒബ്ലാങ്കട്ടയിൽ. പക്ഷേ വോളണ്ടറി ആണെങ്കിൽ, വോളണ്ടറി ആക്ഷൻസ് നമ്മൾ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആണെങ്കിൽ അത് സെറിബ്രത്തിലാണ്. സോ ഇനി അടുത്ത നമ്മളിപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിനിൻ്റെ ഫുൾ കാര്യങ്ങളും തീർന്നു. ബ്രെയിനിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. സോ അത് 3 നമ്മൾ പറഞ്ഞു. ഓരോ ഫോർ ബ്രെയിനിൽ എത്ര പാർട്സുകളുണ്ട്, മിഡ് ബ്രെയിനിൽ എത്രയുണ്ട്, ഹൈൻഡ് ബ്രെയിനിൽ എത്രയുണ്ട്. ഇനി അത് ഓരോന്നും നമ്മുടെ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്പൈനൽ കോഡ്. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. സ്പൈനൽ കോഡ് ഈസ് എ ലോങ് റോപ്പ് ലൈക്ക് കളക്ഷൻ ഓഫ് നെർവ് ഫൈബേഴ്സ് വിച്ച് റൺ അലോങ് ദ ഫുൾ ലെങ്ത് ഇൻസൈഡ് ദ സ്പൈൻ. ഇറ്റ്സ് വൺ എൻഡ് ഈസ് കണക്റ്റഡ് വിത്ത് ദ മെഡുല ഓഫ് ദ ബ്രെയിൻ ആൻഡ് അനദർ ഈസ് ഫ്രീ അറ്റ് എ ടെയിൽ എൻഡ്. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ മെഡുല ഒബ്ലാങ്കട്ടയുടെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ഭാഗമാണ് ആ നട്ടെല്ല്. സോ നമ്മുടെ മുതുകിൽ നിന്ന് താഴോട്ട് വരുന്ന ആ ഫുൾ ലെങ്തിൽ വരുന്ന ആ നെർവ് ഫൈബേഴ്സിൻ്റെ ഒരു റോപ്പ് ലൈക്ക് സ്ട്രക്ചറിൽ വരുന്ന നെർവ് ഫൈബറിനെയാണ് നമ്മൾ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാരി സെൻസറി ഇമ്പൾസസ് കമ്മിങ് ഫ്രം ദ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ. സോ നമുക്ക് കിട്ടുന്ന സെൻസറി ഇമ്പൾസസിനെ എന്ത് ചെയ്യും? ബ്രെയിനിലോട്ട് കൊടുത്തിട്ട് ദ മോട്ടോർ ഇമ്പൾസസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ബ്രെയിൻ ടു ഓൾ ഓവർ ദ ബോഡി. സോ അതുപോലെ അവിടെ നിന്ന് ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്താൽ മാത്രം പോരല്ലേ. സോ അവിടെ നിന്ന് കിട്ടുന്ന മോട്ടോർ ഇമ്പൾസസിന് എന്ത് ചെയ്യണം? നമ്മുടെ ഏത് ഇൻഫർമേഷനോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ മൂവ്മെൻറ്റ് നടക്കണം, അല്ലെങ്കിൽ ആ മോട്ടോർ ആക്ടിവിറ്റിയുമായിട്ട് നടക്കണം. സോ ആ ഒരു റീജിയനിലോട്ട് എന്ത് ചെയ്യും? ആ ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് പെർഫോം സം സിമ്പിൾ റിഫ്ലെക്സസ് ദാറ്റ് ഡു നോട്ട് ഇൻവോൾവ് ബ്രെയിൻ. എല്ലാ റിഫ്ലെക്സുകൾക്കും ബ്രെയിന് എന്ത് ചെയ്യില്ല, ചില സമയം ബ്രെയിനിൽ എത്തത്തില്ല. അത് ഡയറക്റ്റ് സ്പൈനൽ കോഡ് തന്നെ അതിനുള്ള റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. സോ അതുകൊണ്ട് ബ്രെയിനിനെ ഇൻവോൾവ് ചെയ്യിക്കാതെ തന്നെ റിഫ്ലെക്സ് ആക്ഷനിൽ പങ്കെടുക്കുന്ന ആളാരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്പൈനൽ കോഡാണ്.
ചില റിഫ്ലക്സുകൾ എന്ത് ചെയ്യില്ല, ബ്രെയിനിലോട്ട് പ്രോസസ്സ് ചെയ്യില്ല. അതിന് പകരം സ്പൈനൽ കോഡ് തന്നെ അതിനുള്ള റെസ്പോൺസ് കൊടുക്കും. സോ അതാണ് മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്പൈനൽ കോഡിൻ്റെ. സോ ഇനി എന്താണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്? ഇതൊരു ഇൻവോളണ്ടറി ആക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് വെരി ക്വിക്ക്ലി ആഫ്റ്റർ ഇറ്റ് സ്പെസിഫിക് കൈൻഡ് ഓഫ് ഏതെങ്കിലും ഒരു സ്റ്റിമുലേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എതിരെ നമ്മൾ ചിന്തിക്കാതെ, നമ്മൾ വേണമെന്ന് വിചാരിക്കാതെ നമ്മൾ കൊടുക്കുന്ന ആ ആക്ഷൻ, ഇൻവോളണ്ടറി ആക്ഷനെയാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ദ റിഫ്ലക്സ് ആക്ഷൻ ടേക്ക് പ്ലേസ് ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് കോൺഷ്യസ് ഡിസിഷൻ ഓഫ് ദ ബ്രെയിൻ. സോ അത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബ്രെയിൻ ചെന്ന് ആ ബ്രെയിൻ അവിടെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടല്ല അതിൻ്റെ റെസ്പോൺസ് കൊടുക്കുന്നത്. അവിടെ എന്ത് ചെയ്യുന്നില്ല, ചില റിഫ്ലക്സ് ആക്ഷനുകൾ ബ്രെയിനിലെത്താതെ സ്പൈനൽ കോഡിൽ വെച്ച് തന്നെ അതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്. അതുപോലെ ബ്രെയിനിൻ്റെ കോൺഷ്യസ് ഡിസിഷൻ അല്ല ഇവിടെ ആക്ഷനായിട്ട് മാറുന്നത്. സോ അതിന് ഉദാഹരണം, ഈ റിഫ്ലക്സ് ആക്ഷൻ ഉദാഹരണമാണ് നമ്മുടെ കണ്ണിലോട്ട് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുക, ഐ ബ്ലിങ്കിങ് റിഫ്ലക്സ്. സോ അതുപോലെ നമ്മൾ എന്തെങ്കിലും ചൂട് ഒബ്ജക്റ്റിൽ നമ്മൾ തട്ടി കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ എടുക്കും അല്ലേ, നമ്മൾ അറിയാതെ നമ്മൾ തൊട്ടയാണെന്ന് വിചാരിച്ചു, പെട്ടെന്ന് നമ്മൾ കൈ വലിച്ചെടുക്കും. സോ അതെന്താണ്, ബ്രെയിനിലോട്ട് എത്തി, ബ്രെയിനല്ല നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. സോ അവിടെ സ്പൈനൽ കോഡ് എന്ത് ചെയ്യും, ആ ഒരു ആക്ഷന് സഹായിക്കും. അതിനെയാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ബ്രെയിനിലെത്തി അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ റെസ്പോണ്ട് ചെയ്യും. നമ്മളറിയാതെ നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് നമ്മളതിൻ്റെ റെസ്പോണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ചെടിയിൽ നമ്മൾ ചെല്ലുമ്പോൾ മുള്ളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതുപോലെ നമ്മൾ കൈ ഇങ്ങനെ പെട്ടെന്ന് വലിക്കും. സോ അതൊക്കെ എന്താണ്, ഇതൊക്കെ റിഫ്ലക്സ് ആക്ഷന് ഉദാഹരണങ്ങളാണ്. സോ ഇത്രയേ ഉള്ളൂ. സോ ഇപ്പോൾ ബ്രെയിൻ ആൻഡ് ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രെയിൻ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിനും സ്പൈനൽ കോഡും എല്ലാം കംപ്ലീറ്റ് ആയി. സോ ഇനി അടുത്ത് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs നോക്കാം. ഡാഷ് ബ്രെയിൻ ഡീൽസ് വിത്ത് ക്രിയേറ്റിവിറ്റി ജഡ്ജ്മെൻറ്റ്. സോ ക്രിയേറ്റിവിറ്റി ജഡ്ജ്മെൻറ്റിനൊക്കെ സഹായിക്കുന്ന, ജഡ്ജ്മെൻറ്റ്, റീസണിങ്, ഇതിനൊക്കെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം സഹായിക്കുന്ന ബ്രെയിനിൻ്റെ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫോർ ബ്രെയിൻ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. സെക്കൻഡ് വൺ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫോർ ബ്രെയിൻ. ഫോർ ബ്രെയിൻ്റെ പാർട്ട് അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസും ലിംബിക് സിസ്റ്റവും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം സെറിബെല്ലോ എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്, ഹൈഡ് ബ്രെയിനിൻ്റെ പാർട്ടാണ്. സോ ആൻസർ വരുന്നത് സെറിബെല്ലമാണ്. തേർഡ് വൺ, കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഓഫ് ബ്രെയിൻ ഈസ് റിലേറ്റഡ് ടു. കോഗ്നിറ്റീവ് ഫങ്ഷൻ, ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്, കൊഗ്നീഷൻ, ഹയർ ലെവൽ കൊഗ്നീഷനൊക്കെ സഹായിക്കുന്നത് സെറിബ്രമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഫോർത്ത് വൺ, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിനിൻ്റെ ലാർജസ്റ്റ് പാർട്ട് സെറിബ്രമാണ്. ഓപ്ഷൻ എ, ഡാഷ് ലോബ് ഈസ് റിലേറ്റഡ് ടു ഇൻ്റർപ്രറ്റിംഗ് സൗണ്ട്സ് ആൻഡ് ലാംഗ്വേജ് വി ഹിയർ. സോ നമ്മൾ കേൾക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ ലാംഗ്വേജ് നമ്മൾ തിരിച്ചറിയുന്നത് സഹായിക്കുന്നത് ടെമ്പറൽ ലോബാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. സിക്സ്ത് വൺ, ഡാഷ് ലോബ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ബ്രെയിൻ ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ഹയർ ലെവൽ കൊഗ്നീഷൻ. ഹയർ ലെവൽ കൊഗ്നീഷന് സഹായിക്കുന്ന ബ്രെയിനിൽ സെറിബ്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണപ്പെടുന്ന ലോബ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രോണ്ടൽ ലോബാണ്. 7, സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ. ആൻസർ പാരൈറ്റൽ ലോബാണ്. സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻസസുമായിട്ട് റിലേറ്റ് ചെയ്ത് ടാക്ടൈൽ, ടെമ്പറേച്ചർ, പ്രഷർസ് അങ്ങനെയുള്ള സെൻസ് ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ അത് പാരൈറ്റൽ ലോബാണ് സെൻസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. 8th വൺ, ഡാഷ് ലോബ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ മിഡിൽ സെക്ഷൻ ഓഫ് ദ ബ്രെയിൻ ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോസസ്സിംഗ് ടാക്ടൈൽ സെൻസറി ഇൻഫർമേഷൻ. ടാക്ടൈൽ സെൻസറി ഇൻഫർമേഷന് സഹായിക്കുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാരൈറ്റൽ ലോബാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 9th വൺ, ഡാഷ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് മെമ്മറീസ്. മെമ്മറീസിന് സഹായിക്കുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിപ്പോ ക്യാമ്പസ് ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. 10th വൺ, ഡാഷ് ലോബ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇൻ്റർപ്രറ്റിംഗ് വിഷ്വൽ സ്റ്റിമുലൈ ആൻഡ് ഇൻഫർമേഷൻ. വിഷ്വൽ സ്റ്റിമുലൈ അത് കാഴ്ചയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒസിപ്പിറ്റലാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. 11th വൺ, ഡാഷ് ഓൾസോ നോൺ ഓസ് മിസെൻസിഫാലോൺ. മിസെൻസിഫാലോൺ എന്നറിയപ്പെടുന്നത് മിഡ് ബ്രെയിൻ ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ 11th വണ്ണിൻ്റെ. 12th, ചൂസ് ദ പാർട്സ് ഓഫ് മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ്റെ പാർട്സ് ഏതാണെന്നോ ചോദിച്ചിരിക്കുന്നത്. ടെക്ടം, ടെഗ്മെൻറ്റം, സെറിബ്രൽ, പെഡങ്കിൾസ്. സോ ഇത് മൂന്നും മിഡ് ബ്രെയിൻ്റെ പാർട്ടാണ്. സോ ആൻസർ ഓൾ ആണ്. 13, ഡാഷ് കണക്ട് ഹൈൻഡ് ബ്രെയിൻ വിത്ത് ഫോർ ബ്രെയിൻ. സോ ഏതാ പാർട്ടാണ് ഹൈൻഡ് ബ്രെയിനെയും ഫോർ ബ്രെയിനെയും കണക്ട് ചെയ്യുന്ന മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് മിഡ് ബ്രെയിൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. 14, ഹൈൻഡ് ബ്രെയിൻ കമ്പോസ്ഡ് ഓഫ്
ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നിട്ടുള്ളതാണ്? മെഡില ഒബ്ലാങ്കട്ട, സെറിബെല്ലം, പോൺസ്. സോ ഇത് ആൻസർ ഓൾ ആണ്. സോ ഇത് മൂന്നും ഹൈൻഡ് ബ്രെയിൻ്റെ പാർട്ടാണ്. 5th one, reticular activating system is a part of. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മിഡ് ബ്രെയിൻ ആണ്. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം കാണപ്പെടുന്നത് മിഡ് ബ്രെയിനിലാണ്. 16 പോൺസ് മെഡുല ആർ ടുഗദർ റെഫേർഡ് ടു എസ് ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് 3 പാർട്ട് ചേരുന്നതാണ്. പോൺസും മെഡുലയും അതിൻ്റെ കൂടെ ഏതാണ്? മിഡ് ബ്രെയിനും കൂടെ ചേരുന്നതാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. സോ 16th ഓപ്ഷൻ സി ആണ് ആൻസർ. 17 ഇസ് കണക്റ്റഡ് വിത്ത് മെഡുല ഓൺ വൺ സൈഡ് ആൻഡ് വിത്ത് മിഡ് ബ്രെയിൻ ഓൺ ദ അതർ സൈഡ്. സോ ഒരു സൈഡ് മെഡിലയും മറ്റേ സൈഡ് മിഡ് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പാർട്ട് പോൺസ് ആണ്. ഓപ്ഷൻ ബി. 17th ഓപ്ഷൻ ബി പോൺസ് ആണ്. 18 ഇൻവോൾവ് ഇൻ സ്ലീപ്പ് മെക്കാനിസം ആൻഡ് ഡ്രീം. സ്ലീപ്പ് മെക്കാനിസം അല്ലെങ്കിൽ ഡ്രീമിനൊക്കെ സഹായിക്കുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് പോൺസ് ആണ്. ഓപ്ഷൻ എ ആണ്. ഇനി ഐ ബ്ലിങ്കിങ് ഇസ് ആൻ എക്സാമ്പിൾ. ഐ ബ്ലിങ്കിങ് എന്ന് പറയുന്നത് റിഫ്ലെക്സ് ആക്ഷൻ ആണോ, വോളണ്ടറി ആക്ഷൻ ആണോ, ബോത്ത് ആണോ, നൺ ആണോ? സോ ഐ ബ്ലിങ്കിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് റിഫ്ലെക്സ് ആക്ഷൻ ആണ്. 20 is the lowest part of brain that exists in continuation of spinal cord. സ്പൈനൽ കോഡിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ബ്രെയിനിൻ്റെ ഏറ്റവും താഴത്തെ ലോവസ്റ്റ് പാർട്ട് അറിയപ്പെടുന്നത് സോ ഓപ്ഷൻ എ മെഡില ഒബ്ലാങ്കട്ട എന്നാണ്. 21 is called vital center of brain which regulate basic life supporting activities like breathing, heart rate and blood pressure. നമ്മുടെ ബേസിക് ജീവൻ നിലനിർത്താനുള്ള വൈറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഏതെവിടെയാണ്? സോ മെഡില ഒബ്ലാങ്കട്ടയാണ് 21ൻ്റെ ആൻസർ. 22 പെർഫോം സം സിമ്പിൾ റിഫ്ലെക്സ് ദാറ്റ് ഡു നോട്ട് ഇൻവോൾവ് ദ ബ്രെയിനിനെ ഇൻവോൾവ് ചെയ്യാതെ ചില റിഫ്ലെക്സുകൾ നടത്തുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പൈനൽ കോഡാണ്. 22ൻ്റെ ആൻസർ അപ്പം എ ആണ്. 23 is an involuntary action that occur very quickly after its specific kind of stimulation. സോ ഒരു സ്റ്റിമുലേഷൻ കിട്ടി അതിന് എതിരായിട്ട് പെട്ടെന്ന് നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കാതെ ചെയ്യുന്ന ആക്ഷനെ പറയുന്നത് റിഫ്ലെക്സ് ആക്ഷൻ എന്നാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. 24 ബ്രെയിൻ ഈസ് കവേർഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ 3 ലെയർഡ് മെംബ്രെയിൻ കോൾഡ്. നമ്മുടെ ബ്രെയിനിന് 3 ലെയർ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ആ ലെയറിനെ പറയുന്ന പേര് മെനിഞ്ചസ് എന്നാണ്. ഈ ലെയറിൻ്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. സോ അതിന് നമ്മൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്സ് എന്നാണ് പറയുന്നത്. സോ മെനിഞ്ചസിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. 25 ഓൾ വോളണ്ടറി ആക്ഷൻസ് കൺട്രോൾഡ് ബൈ. എല്ലാ വോളണ്ടറി ആക്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് സോ ആരാണ്? സെറിബ്രമാണ്. സോ ഇൻവോളണ്ടറി ആണെങ്കിൽ അത് മെഡില ഒബ്ലാങ്കട്ടയാണ്. സോ വോളണ്ടറി ആക്ഷൻസ് കൺട്രോൾഡ് ബൈ സെറിബ്രം. 26 ആൽക്കഹോൾ എഫക്റ്റ് ദിസ് പാർട്ട് ഓഫ് ബ്രെയിൻ. ആൽക്കഹോൾ എഫക്റ്റ് ചെയ്യുന്ന ഏത് പാർട്ടിലാണ്? സെറിബെല്ലത്തിലാണ്. ഓപ്ഷൻ ബി ആണ്. സോ അതുകൊണ്ടാണ് ആൽക്കഹോൾ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ ക്ലംസി ആയിട്ട് നടക്കുന്നത്. 27 എന്ന് പറയുന്നത് ഡാഷ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇമോഷണൽ ബിഹേവിയർ. നമ്മുടെ ഇമോഷണൽ ബിഹേവിയറിന് ഇമ്പോർട്ടൻറ്റ് റോളുള്ള പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് അമിഗ്ഡാല ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. 28 ഡാഷ് ആക്ടസ് റിലേ സ്റ്റേഷൻ. റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് തലാമസ് ആണ് റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഡാഷ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ഓഫ് ടെമ്പറേച്ചർ റെഗുലേഷൻ, സെക്ഷൽ എറോസൽ, ഹങ്കർ, തേഴ്സ്റ്റ്. ലൈംഗികാസക്തി, വിശപ്പ്, ദാഹം ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഹൈപ്പോ തലാമസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 13 പെയിൻ കില്ലർ എഫക്റ്റ് ദിസ് പാർട്ട്. പെയിൻ കില്ലേഴ്സ് എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ബോഡി ബ്രെയിനിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് അത് തലാമസിലാണ് പെയിൻ കില്ലേഴ്സ് എഫക്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.